ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ശ്യാമ പാട്ട് പാടുകയാണ്. ശ്യാമ പാട്ട് പാടി കഴിയുമ്പോൾ എല്ലാവരും കൈകൊട്ടുന്നു. ശ്യാമെ ഓടിപ്പോയി മകൾ രാധിക കെട്ടിപ്പിടിക്കുകയാണ്. രാധിക പറയുന്നുണ്ട്, ഇത്രയും നന്നായിട്ട് പാടുന്ന അമ്മയുടെ മകളാണെന്ന് എനിക്ക് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ടെന്നൊക്കെ. തുടർന്ന് എല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ശ്യാമയപ്പോൾ രാധികയോട് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് മോള് തന്നെ വാരി തരണമെന്ന്. രാധികയപ്പോൾ അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വാരി കൊടുക്കുകയാണ്. ശ്യാമ വരുണിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. വരുണിനോട് പറയുന്നുണ്ട്, നീയും എൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്യാമ വരുണും വാരി കൊടുക്കുന്നു. ശേഷം എല്ലാവരും കൂടി സന്തോഷത്തോടെ ആഹാരം കഴിക്കുകയാണ്. ശ്യാമയും രാധികയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്യാമ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ എന്ന്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്നു. കവൽക്കാരായ പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ന് നല്ല ഭാഗ്യമുണ്ട്. മേഡത്തിന്റെ കൈ കൊണ്ട് ആഹാരം വിളമ്പി തന്നു. മേഡത്തിന്റെ പാട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റി. നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാവരോടും ഈ കഥകളൊക്കെ പറയണമെന്നൊക്കെ പറയാണ്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരി മാത്രമാണ്, വേറെ അല്ലാതെ വലിയ ആളൊന്നുമല്ലെന്നൊക്കെ പറയുന്നു. അവർ പോയതിന് ശേഷം ശ്യാമയോട് രാധിക ചോദിക്കുന്നുണ്ട്, അമ്മ പതിവില്ലാതെ എന്താണ് സെൽഫിയൊക്കെ എടുത്തതെന്ന്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ഇതുപോലെ ഇനിയും സെൽഫി എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. രാധിക അപ്പോൾ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ഇനിയും എത്ര കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ദുബായിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുമോ എന്നറിയില്ലല്ലോ. ആരതി എപ്പോൾ വരുമോ എന്നറിയില്ല. ഈ പോലീസുകാരുണ്ടോന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇത് ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാനാണെന്നൊക്കെ പറയുന്നു. ശേഷം എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ശ്യാമ പറയുന്നുണ്ട്, ഇന്ന് ഉറക്കമേ വരുന്നില്ലെന്നൊക്കെ. ആരതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവുകയാണെന്ന്, നാളെ രജിസ്ട്രേഷന് കാണാമെന്നൊക്കെ പറയുന്നു. വരുണപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ കൊണ്ടുവിടണമെന്നൊക്കെ. ആരതി അപ്പോൾ പറയുന്നുണ്ട്, ഈ ആരതി വർമ്മ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുമെന്ന്. ഇതിനെക്കാട്ടിൽ വലിയ പ്രോബ്ലം ഉള്ള സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറയാണ്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ചേച്ചി നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ പറയാണ്. ആരതിയെ ശ്യാമ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, മോളോട് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഒരുപാട് സ്നേഹത്തോടെ ആരതിയെ പറഞ്ഞു വിടുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, രാധികയോടും വരുണോടും പോയി കിടക്കാൻ, എൻ്റെ കൂടെ ഇന്ന് മോള് കിടക്കണ്ടെന്ന് പറയാണ്. അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞതിന്റെ കാരണം അറിയുമോ, അഖിൽ സാറുമായിട്ട് ഇന്ന് ശ്യാമ ഒരുപാട് സംസാരിക്കുമെന്നൊക്കെ പറയാണ്. ഒരുപാട് സന്തോഷമുള്ള സമയത്ത് രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. നമ്മൾ അടുത്തേക്ക് ചെന്നാൽ ഒന്നും കാണത്തില്ലെന്നൊക്കെ പറയാണ്. രാധിക അപ്പോൾ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ അമ്മയെന്നൊക്കെ. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ അഖിൽ സാറിനോട് പങ്കുവെക്കാറുണ്ട്, എൻ്റെ അടുത്ത് വരാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു. ഇന്ന് സന്തോഷങ്ങൾ മാത്രമേ പങ്കുവെക്കാനുള്ളെന്നൊക്കെ പറയുന്നു. വരുണും രാധികയും റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ വീണ്ടും വിളിക്കുന്നുണ്ട്. രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്യാമ രാധികയെ ചേർത്ത് പിടിക്കുകയാണ്. ശ്യാമ രാധികയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാധിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നാളെ രാവിലെ അമ്പലത്തിൽ പോയതിനു ശേഷം നമുക്ക് രജിസ്ട്രേഷന് പോയാൽ മതി, നിങ്ങൾ പോയി കിടന്നുറങ്ങാനെന്ന് പറയുന്നു. രണ്ടുപേരും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അമൃതേട്ടത്തി ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ റൂമിൽ ഇടയ്ക്ക് വന്ന് നോക്കണോ എന്ന്. ശ്യാമ അപ്പോൾ വേണ്ടെന്ന് പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് പരമേശ്വരനെയാണ്. പരമേശ്വരൻ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പത്മിനി പറയുന്നുണ്ട്, എന്തിനാണ് വിഷമിക്കുന്നത്, നാളെ 10 മണിക്ക് ശേഷം രജിസ്ട്രേഷൻ നടക്കുമല്ലോ, പിന്നെ സ്വത്തെല്ലാം ശ്യാമയുടെ കിട്ടുമല്ലോ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ എന്നൊക്കെ പറയുന്നു. പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും കാലം അഭിമാനത്തോടെ ജീവിച്ചതാ, ഇപ്പോൾ ആ അഭിമാനം ചുരുങ്ങിപ്പോയതുപോലെ തോന്നുന്നെന്നൊക്കെ. പത്മിനി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനത്തെ അഭിമാനക്ഷതമുണ്ടെങ്കിൽ കമ്പനി നന്നായിട്ട് വരുമ്പോൾ കടമെല്ലാം അടച്ചു തീർത്താൽ പോരെ, ശ്യാമയ്ക്കും മോൾക്കും കൊടുത്താൽ പോരെ എന്നൊക്കെ പറയുന്നു. പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പം കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഞാനും സൂര്യയും വരുണും മാത്രമാണ്, ഇനിയും രാധിക മോളെയും കൂടെ പങ്കാളിയാക്കിയാലോ എന്ന് വിചാരിക്കുകയാണെന്നൊക്കെ പറയുന്നു. പരമേശ്വരൻ പറയുന്നത് കേട്ടുകൊണ്ട് ഉർവശിയും കൽപ്പനയും വരുന്നുണ്ട്. ഉർവശിയും കൽപ്പനയും ദേഷ്യപ്പെടുന്നുണ്ട്, ഇത് ശ്യാമയുടെയും മോളുടെയും കൽപ്പനയാണോ എന്നൊക്കെ ചോദിക്കുന്നു. പത്മിനി അപ്പോൾ പറയുന്നുണ്ട്, അവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവരെന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾ കേട്ടതല്ലേ എന്നൊക്കെ പറയാണ്. പരമേശ്വരൻ പറയുന്നുണ്ട്, ഈ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറുന്നതിൽ എന്താണ് തെറ്റുള്ളത്, നിങ്ങളൊക്കെ എന്ത് ചെയ്തു, നിങ്ങളുടെ കുടുംബത്തും ആൾക്കാരുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു.
ഉർവശി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഏട്ടന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണോ ഇരിക്കുന്നതെന്ന്. ആ സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളുടെ സംസാരം കൊണ്ട് പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നു. ഉർവശി അപ്പോൾ പറയുന്നുണ്ട്, നാളെ രജിസ്ട്രേഷൻ നടന്നിട്ട് പോരെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനെന്ന്. പത്മിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നടക്കത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന്. ഉർവശി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു. പരമേശ്വരനും പത്മിനിയും അവിടെ നിന്നും പോകുന്നുണ്ട്. ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട്, നാളെ ഉറപ്പായിട്ടും രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല എന്ന്. തുടർന്ന് കാണിക്കുന്നത് രാവിലെ രാധിക റെഡിയാകുകയാണ്. വരുണാണെങ്കിൽ രാധികയോട് പറയുന്നുണ്ട്, തൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കണം, എല്ലാത്തിനും നന്ദിയായിട്ടെന്നൊക്കെ, തന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട്, ഇതെന്താ പറയാത്തതെന്ന് വിചാരിച്ചേ ഉള്ളൂ എന്നൊക്കെ. രാധിക ശ്യാമയെ പോയി റൂമിൽ നോക്കുന്നുണ്ട്, അവിടെ കാണുന്നില്ല. ടെൻഷനായിട്ട് അമൃതേട്ടത്തിയുടെ റൂമിലേക്ക് ചെല്ലുന്നു, അവിടെ അമൃതേട്ടത്തെയും കാണുന്നില്ല. വരുണും രാധികയും അപ്പോൾ ടെൻഷൻ ആകുന്നുണ്ട്, ശ്യാമയും അമൃതേട്ടത്തെയും എവിടെയെന്ന് പറഞ്ഞിട്ട്. പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർ അപ്പോൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കുകയായിരുന്നു. അവർ പറയുന്നുണ്ട്, രണ്ടുപേരും എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. എല്ലാവരും അവിടെയെല്ലാം രണ്ടുപേരെയും തേടുകയാണ്, എങ്ങും കാണുന്നില്ല. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.